നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് കൂടുതൽ കളർഫുൾ ആക്കാൻ ഞാൻ 2 ഗസ്റ്റുകളെ കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ജീവിതത്തിലും കലയിലും ഇവര് സഹയാത്രികരാണ്. അങ്ങനെയുള്ള 2 പ്രതിഭകളാണ് സംഗീതത്തിന്റെ യുവനാദം വിധു പ്രതാപ് ആൻഡ് ഹിസ് വൈഫ് ദീപ്തി വിധു പ്രതാപ്. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം രണ്ടുപേർക്കും. അപ്പം ഹാപ്പി അല്ലേ, സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? വെരി മച്ച്. അതെ, നിങ്ങൾ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, ആ വിശേഷങ്ങളൊക്കെ ചൂടോടെ അറിയാനാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ കുടുംബത്തിലെ പുതിയ അംഗം കൊറോണയുമായി ഇഴുകി ചേർന്ന് ആസ്വദിച്ചു പോകുന്നു. ആ കൊറോണയുടെ ഭാഗമായിട്ടാണ് ഈ ബാർബർ ഷോപ്പ് ഇല്ലാത്ത മുടി ഇങ്ങനെ അതേ സ്റ്റൈൽ അല്ല ബാർബർ ഷോപ്പ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ കൊള്ളാല്ലേ, ഒരു രസമുണ്ട്. അനക്കരുത് ഇപ്പൊ നമ്മളെക്കാട്ടിലും കഷ്ടമാണ് അവിടെ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മറ്റേ ചീപ്പും ബാൻഡും ഒക്കെ എടുത്തോണ്ട് ദീപ്തി മുടിയൊന്നും കിട്ടിത്തടി. ഇത് വലിയ ചടങ്ങായില്ലേ? പണ്ട് കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോകും, അമ്മ എന്റെ മുടി ഒന്ന് അതുപോലെ എന്ന് പറയുന്ന ഒരു ചടങ്ങായി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇരുന്ന വിശേഷങ്ങൾ സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും കാണുമ്പോഴും എനിക്കും അതെ കുറെ ആൾക്കാർ പറയണ്ടോ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ചിരി കുടുക്കുകളാണെന്ന്. എപ്പോഴും ഭയങ്കര ചിരിച്ച് കളിച്ച്. ശരിക്കും ഭാര്യ ഭർത്താക്കളായി ഇങ്ങനെ വേണം അല്ലേ? വീട്ടിലൊക്കെ വരണ ഇടയ്ക്ക് അപ്പൊ അറിയാം. വാതിൽ തുറക്കുമ്പോ തന്നെ ആദ്യം ചട്ടുകൊക്കെയാണ് വരാറ്. ഞങ്ങള് വാതിൽ തുറക്കുമ്പോ ആരാണ് ചട്ട കറിയുന്നത്? കുക്കിംഗ് ഞാനാണ്, അപ്പൊ ഞാൻ തന്നെ എന്താ എന്ത് ഭക്ഷണമാണ് അടിപൊളിയായിട്ട് വിധു ഉണ്ടാക്കുക? ചായ ഉണ്ടാക്കുമെന്ന് മാത്രം പറയല്ലേ. ചായ മാത്രമാണ് ആകെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചായ എന്താ പാചകം അല്ലേ? അപ്പൊ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ പാചകം ആണെങ്കിൽ പോലും അത് ഭയങ്കര സിമ്പിൾ. എല്ലാ ഒരു പ്രായം കഴിഞ്ഞ എല്ലാവർക്കും ചായ ഇടാൻ. നല്ലൊരു ചായ ഇടാൻ കുറച്ച് കണക്കുകളുണ്ട്, ഒന്ന് പറഞ്ഞേ. ഇപ്പൊ 2 പേർക്കുള്ളാണെങ്കിൽ നമ്മള് ഞാൻ ചായ ഉണ്ടാക്കുമ്പോ വെള്ളം ഉപയോഗിക്കാറില്ല. ധൈര്യമായിട്ട് പറഞ്ഞു 2 ഗ്ലാസ് പാലും കൂടി. എത്ര പേർക്കാണ്? 2 പേർക്ക് ചായ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? വെള്ളം ഉപയോഗിക്കില്ല ഞാൻ, 2 ഗ്ലാസ് പാല് ഉപയോഗിക്കുള്ളൂ. അതാണ് നിങ്ങൾ നല്ല ചായ കുടിച്ചിട്ടില്ല. അതാണ് പാല് നന്നായിട്ട് കാച്ചി കുറുകുന്ന പോലെ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കും. അല്ല മകനെ, അസല് ചായ. കാച്ചി കുറുക്കിയ പാലിലേക്ക് ഇങ്ങനെ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് ഏലക്ക ഇടിച്ചതും കുറച്ച് ഇഞ്ചി ഇടിച്ചതും ഒക്കെ ഇങ്ങനെ ടക്ക് ടക്ക് ഇടുക. അപ്പൊ അതിൽ കിടന്ന് വീണ്ടും നല്ല മണം വരും. കാച്ചി കുറുക്കിയ പാലിന്റെ ഉള്ളിൽ ഏലക്കയും ഇഞ്ചിയൊക്കെ കിടന്ന് ഇങ്ങനെ വരുമ്പോൾ ആ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ചായപ്പൊടി ഒരു 2.5 കടുപ്പം വേണമെങ്കിൽ 3 ഇടുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ നന്നായിട്ട് ഇളകണം. എന്നിട്ട് നമ്മൾ അങ്ങനെ ചൂടോടെ അരിപ്പയിൽ അരിച്ച് ചായയിലേക്ക് വരുമ്പോ ആ ചായ ഒന്ന് കുടിച്ച് നോക്കണം. വെള്ളം ഉപയോഗിക്കരുത്. നിങ്ങളൊന്ന് എന്നെ വിശ്വസിക്കൂ, ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മളൊക്കെ കാലറി ഡെഫിസിറ്റ് ചായകളാണ്. അത് ഓക്കെ, പക്ഷെ ഇടയ്ക്ക് നമ്മൾ കുടിക്കുമ്പോ ഇങ്ങനെ ഒന്ന് കുടിച്ചു നോക്കാം, അസലായിരിക്കും. എന്നെ ഒന്ന് വിശ്വസിക്കും പ്ലീസ്. ശരി, നോക്കട്ടെ. പഞ്ചസാര ഇടണം കേട്ടോ. പഞ്ചസാരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആളെങ്ങനെയാ പഞ്ചാര കുട്ടൻ കുഞ്ചുവാണോ? ഇത് റെഡ് കാർപ്പറ്റ് അല്ലേ? അതെ, റെഡ് കാർപ്പറ്റ്. ഞാൻ പറഞ്ഞല്ലോ, റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ കളി, ചിരി, ഇണക്കം, പിണക്കം, കുസൃതി എല്ലാം പിണക്കം മാത്രമേ വരുന്നുള്ളൂ സ്ഥിരമായിട്ട്. ഈ ആരാധികന്മാരുടെ മെസ്സേജ് ഒക്കെ വരുമ്പോ നിങ്ങൾ 2 പേരും ഒരുമിച്ചിരുന്നാണോ റിപ്ലൈ ചെയ്യുക? അതെയോ? അതിന്റെ ആവശ്യമില്ല. അതെ, സമയം കിട്ടുമ്പോ ഞാൻ റിപ്ലൈ ചെയ്യും. ദീപ്തി എടുത്ത് ചില ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളുണ്ടെങ്കിൽ ദീപ്തി എടുത്ത് പറയാൻ പാടില്ലാത്തതാണ് പറയില്ല. നിങ്ങൾ 2 പേരും ഒരു നായകന് നായികയായിട്ട് അഭിനയിക്കാൻ ഒരു സിനിമ വരികയെന്ന് വിചാരിച്ചോ, നിങ്ങൾ അഭിനയിക്കുവോ? ഏറ്റെടുക്കുക? വില്ലനാണെങ്കിൽ ഞാൻ ചെയ്യും. വില്ലനല്ല, നായകൻ. എന്റെ ജീവിതത്തിൽ വില്ലനാണ് ഞാൻ. സിനിമയിലെ വില്ലനാണ്. നല്ലൊരു കഥയാണ്, ഭയങ്കര നല്ല അടിപൊളി ഒരു കഥയാണ്. നിങ്ങൾ 2 പേരെയാണ് നായകനും നായികയും. തീർച്ചയായിട്ടും നല്ല ഈ പറഞ്ഞ പോലെയാണ്, നല്ല കഥയാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നല്ല ഇതാണെങ്കിൽ എനിക്ക് 2 തവണ ആലോചിക്കണം കേട്ടോ. എന്താ ഇങ്ങനെ ദീപ്തി ആലോചിക്കുന്ന വീട്ടില് നിന്ന് മാറി നിൽക്കാനുള്ള അവസരമാണ്. ആ അവസരത്തിൽ ഞാൻ വേണോ ഞാൻ ഒന്നും ആലോചിക്കാറില്ല. ഇവിടെ 2 പ്രാവശ്യം ആലോചിക്കുമ്പോഴേക്കും വേറൊരാളെ കൊണ്ടുവരും അവര്. അപ്പൊ എനിക്ക് വേറെ നായികയുടെ കൂടെ അഭിനയിച്ചൂടെ? അതെ, കൊള്ളാം. 2 പേരും കൊള്ളാം. ടോം ആൻഡ് ജെറി ആണല്ലോ നിങ്ങള്. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഗെയിം സെക്ഷനിലേക്ക് നമ്മൾ കടക്കാൻ പോണേ. എന്റെ കയ്യിൽ ബാറ്റല്ലേ ഇത്? ബാറ്റാണ്. ഈ ബാറ്റ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, അതായത് അവിടെ ഒരു ബോൾസ് ഇരിക്കുന്നുണ്ടോ കുറെ ബാസ്കറ്റില്. അപ്പൊ നിങ്ങള് ഇപ്പൊ ആദ്യം നമ്മള് വിധു ആണെങ്കിൽ വിധു അവിടെ നിന്നിട്ട് ഓരോ ബോൾ എടുത്തിട്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് ഈ ബോൾ അടിച്ച് കേറ്റണം.
ഗോൾ അടിക്കണം. എനിക്ക് ഇതാണ് നമ്മുടെ ഗോൾ പോസ്റ്റ്. കുറച്ചുകൂടെ ചെറുതാക്കായിരുന്നു, ഭയങ്കര വലുതായി. ഭയങ്കര വലുതായി പോലെ. നമ്മൾ ഇത്രയും വലിപ്പമുള്ളതാണ് എല്ലാവർക്കും കൊടുക്കാറ്. നിങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരല്ലേ, ഇത്രയെങ്കിലും കൊടുക്കണ്ടേ? വിശാല മനസ്കയായ ആശാൻ ഞങ്ങളോട് ക്ഷമിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് നിങ്ങളുടെ സംഭവം മനസ്സിലായല്ലോ. അപ്പൊ മിനിമം ഒരു 3 ഉണ്ടെങ്കിലും നിങ്ങൾ ഗോൾ അടിച്ചിരിക്കണം. മതിയോ? മതി. ഇതിപ്പോ എത്ര ബോൾ ഉണ്ട്? അതിൽ ഏകദേശം ഒരു 10 ഉണ്ടാവും. അപ്പൊ നമുക്ക് 3 ആവുന്നത് വരെ ഉപയോഗിച്ചോണ്ടിരിക്കാം. ടൈം ഉണ്ടോ? ബോൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ 10 കഴിഞ്ഞ വേറെ തരും. അത്രയ്ക്ക് വീരനാണെങ്കിൽ ഞങ്ങൾ തരും. റെഡിയാക്കി വെച്ചോളൂ. 12 റെഡിയാക്കി വെച്ചോളൂ ബാക്കി ബോൾ. 12 13. അതെ. ഓ എന്റെ അമ്മോ. നമുക്ക് എന്തായാലും ഈ വാശി ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു ടൈമിംഗ്. സോ മ്യൂസിക്. വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി നിങ്ങളത് കാണുക. ഈ ഭൂഗോളത്തിൽ നിങ്ങൾ ഇത് കാണുക. എന്റെ കോൺസെൻട്രേഷൻ കളയലോ. Cristiano Ronaldo over the moon. It's 3-3. My goodness, what a goal! പോട്ടെ അതന്നെ. കോൺസെൻട്രേറ്റ്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ കരിയറിലെ കലക്കൻ ഉന്നാശാനെ. ഇതെന്തായാലും 3 ഞാൻ വീഴ്ത്തിയിരിക്കും. എല്ലാവരും തന്നെ ചാടിയിട്ട് പോലും അത് എത്തിപ്പിടിക്കാൻ സൂചിപ്പിച്ചു. കഴിഞ്ഞ 3 ലോകകപ്പുകളിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോയ റൊണാൾഡോയ്ക്ക് അറിയാം, this must be my last World Cup. അതെ, എന്റെയും കൂടെ ചേർത്തല്ല 3 എന്ന് പറഞ്ഞു. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അല്ല ഇനി നോക്കാം. അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. വിധുവിന്റെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ചടിക്കാം. ഓ വേണമെങ്കിൽ ആയിക്കോളൂ. ഉമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? പോട്ടെ. സ്ലോ ആയിട്ട് ചെയ്താൽ ചിലപ്പോ കിട്ടുന്നതാണ്. ഇത് കറക്റ്റ് ആയിരുന്നു. ഒക്കെ കറക്റ്റ് ആയിരുന്നു. സ്ലോ ആയിട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അടിപൊളി. അപ്പൊ ഒന്ന് വന്നേ നോക്കട്ടെ. ആ ചക്കര മുഖം ഒന്ന് കാണിച്ച് കൊടുത്തേ എല്ലാവർക്കും. ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇപ്പൊ ഭയങ്കര ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതായത് ഗോൾ പോസ്റ്റിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ കേറിയിട്ട് അവൻ ഇറങ്ങി വന്നു. ഇവൻ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. നമ്മൾ അവനോട് വെറുതെ നിൽപ്പുണ്ട്. സൈഡിൽ അങ്ങനെ നിൽപ്പുണ്ട്. അതന്നെ. ഇത് നമ്മൾ കൂട്ടും. ഈ സൈഡിൽ നിൽക്കണവനാണ് നമുക്ക് ഡൗട്ട്. അപ്പൊ അതെന്തായാലും നമ്മള് ഒന്ന് അവിടെ നിർത്തട്ടെ. നമ്മുടെ ദീപ്തിയുടെയും കൂടി എങ്ങനെയാണ് എന്ന് അറിയണ്ടേ. അപ്പൊ ഇത് ഗംഭീരമായിട്ട് കളിച്ചു. അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി നമ്മളെ ദീപ്തിയുടെ ഉന്നം എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള സമയമാണ്. തുടങ്ങല്ലേ? പിന്നെ ഓക്കെ. സോ മ്യൂസിക്. യവം പുലിയാണ്. ഇവളെ വളർത്തിക്കൂടാ. ആ കൊല്ലത്തുനിന്ന് ആ ബോൾ എടുത്തിട്ട് വരൂ. അതെ അതേ വാശിയോടുകൂടെ തന്നെ തമിഴ്നാട് തിരുവനന്തപുരത്തേക്ക് വരൂ. ഇവള് കൊള്ളിക്കുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ്. ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യം. സൂപ്പർ. ഒരു മിനിറ്റ്, ഇതാണ് ഗോൾ പോസ്റ്റ്. കുറച്ചും കൂടി ഒന്ന് ചെരിഞ്ഞെന്ന് അടിച്ചു നോക്കി. ചെരിഞ്ഞൊന്ന് ഇങ്ങനെയോ? ഇതുവഴി. ഏത് വഴി? 2 ദീപ്തി ഗോൾ അടിച്ചിരിക്കുകയാണ്. 2 ബോൾസ്. നീ നിന്റെ ഭർത്താവിനായിട്ട് തോറ്റു തരില്ലേ? അയ്യോ ഇല്ല, ഞാൻ തരില്ല. അവള് സ്വയമേ തോക്കും. ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ.
അതിഗംഭീരമായ ഒരു പോരാട്ടമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതില് ഒന്നും പറയാനില്ല, വിജയിച്ചത് ആരാണെന്ന് പ്രേക്ഷകർ ലോകം മൊത്തം കണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ദീപ്തി. താങ്കളുടെ ഞാൻ പെൻഡിങ്ങിൽ വെച്ച എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ദീപ്തി ഒരെണ്ണായിരിക്കും ചെയ്യുള്ളൂ. എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അത് മോശമായി പോയി. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. എനിക്കെന്താ ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇത് സ്ത്രീകളുടെ ഒരു വേദിയും കൂടെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ ദീപ്തിക്ക് എനർജി ഇങ്ങനെ കേറി വന്നിട്ട് 3 എണ്ണം. അപ്പൊ ഞാൻ ഇനി സാരി എടുത്തു വരാം. മുടി ഓൾറെഡി ഉണ്ട്, ഇനി ആ സാരിയും കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അടി ഗംഭീരം. ആയില്ലേ? നമ്മളെല്ലാം കേറി. ഇല്ല 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 ഒരെണ്ണം ദേ ഇവിടെ വന്ന് ഇങ്ങനെ നിക്കായിരുന്നു, കേറണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ ദീപ്തി ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ താങ്കളെ വിജയായിട്ട് പ്രഖ്യാപിക്കും. ഇനി അതിന്റെ ആവശ്യമുണ്ടോ? പണ്ടേ അങ്ങനെ അറ്റത്ത് കൊണ്ടുവച്ച് ഞാൻ നല്ല തുടക്കി. അപ്പൊ എന്തായാലും നമുക്ക് ദീപ്തിക്ക് വേണ്ടി ഒരു അടിപൊളി സമ്മാനം എന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ വിധുവിന് തരാൻ വേണ്ടി നല്ലൊരു പണിഷ്മെന്റ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്റെ ഈ സമ്മാനം ഞാൻ കൊടുക്കാൻ പോകുന്നത് ദീപ്തി മോൾക്കാണ്. ഇഷ്ടമാണോ ചോക്ലേറ്റ്? അപ്പൊ എന്തായാലും ദീപ്തിക്കുള്ള സമ്മാനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി പണിഷ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ? കനം കുറയ്ക്കുമല്ലേ പണിഷ്മെന്റിന്റെ? കുറയ്ക്കണോ? അല്ല, പക്ഷെ എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്, രജിസ്റ്റേർഡ് ഉള്ള തൊലിയാണ്. അതെ, അപ്പൊ എന്തും ചെയ്യാൻ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കൊടുക്കേണ്ടത് നാഗവല്ലിയുടെ ആ ഒരു ഡയലോഗ്, ആ സീൻ മത്സരത്താഴ് ഓർമ്മയില്ലേ? ഇവിടെ ആ ഒരു സംഭവം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യണം. ഞാൻ ജയിച്ചേക്കില്ല, ഞാൻ എന്തിനാ ചെയ്യുന്നത്? തോറ്റോള് ചെയ്യട്ടെ. ചേട്ടൻ നാഗവല്ലി, പിന്നെ ഞാൻ ചേട്ടൻ നാഗവല്ലി, ദീപ്തി മറ്റേ സുരേഷ് നകുലൻ. അപ്പൊ അസലായിട്ട് അഭിനയിക്കുക, ഗംഭീരമാക്കുക, സ്ത്രീകളുടെ ഈ വേദിയെ ഉണർത്തുക ഒരു സ്ത്രീ ആയിട്ട്. റെഡിയാണോ? റെഡി. അപ്പൊ നമുക്ക് നോക്കാം ഇവരുടെ ഈ മിന്നുന്ന പ്രകടനം എന്താണെന്ന്. ഗംഗ എവിടെ പോണു? ഞാൻ പറഞ്ഞല്ലേ ആഭരണം എടുക്കാൻ പോകുന്ന അല്ലിക്ക്. എന്തിന്? കല്യാണത്തിന്. ഇപ്പോ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണെന്ന് അറിയാലോ. എന്തൊക്കെ വന്നാലും ഞാൻ പോവും, അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവും. ഗംഗ ഇപ്പൊ പോണ്ട. എന്താ ഞാൻ പോയാല്? ഞാൻ പോവും. പോണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പണ്ടേ പറയുന്നതൊന്നും ഞാൻ കേൾക്കാറില്ല, വെറുതെ പറഞ്ഞ് സമയം കളയണ്ട, ഞാൻ പോവും. ഗംഗ ഇപ്പൊ പോണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ ഞാൻ പോയാല്? പോവണ്ട. അയോഗ്യ നായേ, നീ അപ്പ എന്നെ ഈ സ്പോട്ടിലോട്ട് ആഭരണം എടുക്കാൻ വിടൂല അല്ലടാ തൊരപ്പാ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടുവേ. ഒന്നും ഇവിടെ പറ്റിയിട്ടില്ല, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം ഉഷാറല്ലേ? ഇഷ്ടമായോ എന്റെ ഗെയിമുകളും പണിഷ്മെന്റും ഒക്കെ? എനിക്ക് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ വരുമ്പോ വീട്ടിൽ വന്ന ദാഹിച്ച വെള്ളം ഞാൻ തരില്ല, അതിനെനിക്ക് ദീപ്തി തരുമല്ലോ. അല്ലേ ചായ ഇട്ട് തരും. അവക്ക് അടുക്കള എവിടെ അറിഞ്ഞൂടാ.